സബീഷ് കുറുതിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 51. വ്യാപാരം. ഗുണമേന്മയെന്ന പ്രചാരണങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ വിലയ്ക്കൊന്ന് വാങ്ങിയത് അകം തുറന്നെടുത്തപ്പോൾ ശൂന്യമായിരുന്നുവെന്ന തിരിച്ചറിവാണ് ചെകുത്താനെ ചെകുത്താനിൽ നിന്ന് മനുഷ്യനാക്കി മാറ്റിയത്. ഉരുളി. പുറത്തുനിന്നാരും വരില്ലെന്നറിഞ്ഞിട്ടാണോ താഴും താക്കോലുമില്ലാതെ എവിടെയും എന്നെ കമിഴ്ത്തിക്കിടത്താതെ ഉറക്കിക്കിടത്തിയത്? ജ്വാല. തിരി തെളിയിച്ചത് ഹൃദയത്തിൽ നിന്നാണ്. ഓർമ്മകളെ ചിതകൂട്ടി ചാരമാക്കുവാൻ പ്രയത്നിച്ചപ്പോഴാണ് മനസ്സൊരു 100 വട്ടം കലുഷിതമായത്. തെരുവ്. ആർത്തു ചിരിക്കാനും മാറുപിളർന്ന് കരയാനും ആഗ്രഹിച്ചപ്പോഴൊന്നും സമയമില്ലായിരുന്നു. നിശബ്ദതയിൽ ഒരു അലമുറ ആകാശത്തിൽ കത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം. മുലക്കരം. മാറുവളർന്ന് വലുതായപ്പോഴാണ് പെണ്ണെന്ന് വിളിച്ചത്. പെണ്ണെന്നല്ല, വേശ്യയെന്ന്. ഒറ്റയ്ക്കുള്ള രാത്രികൾ വിജനതയിൽ വളർന്നപ്പോഴാണ് ലോകം അറിഞ്ഞു തുടങ്ങിയത്. വ്യഭിചാരിണി. ചെയ്ത കുറ്റം തുണിയുരിഞ്ഞതായിരുന്നില്ല, ശരീരം പണയം വച്ചതും ആയിരുന്നില്ല. നിറം പിടിപ്പിച്ച വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പീഡനം. മുഖപടം. എഴുതി വച്ചത് മനസ്സിലൊരു ഓർമ്മയായി ജ്വലിച്ചുണർന്നത്. മിഴികളൊരു ജ്വാലയായി. ഒടുവിൽ വാക്കുകൾ ജ്വലിച്ചത് സന്ദർഭങ്ങളിലായിരുന്നു. മുഖചിത്രം. പ്രശസ്തിയായിരുന്നില്ല ലക്ഷ്യം. വ്യക്തിത്വത്തിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു ധർമ്മമെന്ന തിരിച്ചറിവാണ് ഓരോ ജന്മങ്ങളും പറഞ്ഞു തീർത്തത്. ലഘുത്വം. വെറുതെ പറഞ്ഞുപോയി ഇന്നലെ വരെയുള്ള ശിക്ഷയ്ക്ക് കാരണം. പക്ഷേ പ്രവൃത്തിക്കുള്ള മൂല്യമായിരുന്നു വാക്കുകളിലൂടെ ജ്വലിച്ചും ജ്വലിക്കാതെയും ഇറങ്ങിയ മെഴുകു പ്രതിമകളായി തീർന്നത്. വാമൊഴി. ഉണർന്നത് മിഴികളിലൂടെ ആയിരുന്നെങ്കിലും തിളച്ചുമറിഞ്ഞ ഉള്ളുരുക്കത്തിൽ ജ്വാലകളൊന്നും ആരും അറിയാതിരുന്നത് അതുകൊണ്ടാണ്. വരമൊഴി. ആചാരങ്ങൾ മെയ്വഴക്കങ്ങളായത് അനവദ്യ സൗരഭ്യങ്ങൾ അലങ്കാരങ്ങളെ മനോഹാരിതകളായി ചാഞ്ചാല്യത്തിൽ നിന്നും ഉണർത്തിയപ്പോഴാണ്. ഗോപുരം. താഴ്മയിൽ നിന്നുണർന്ന് തളർന്നു വീണ് വളർച്ചയിലൂടെ തിരിച്ചെത്തിയപ്പോഴാണ് ആകാശം അസൂയ പൂണ്ട് മുകളിലേക്ക് പോയത്. പ്രതിയോഗി. വഴികൾ അനുകൂലമാക്കിയത് നിഴലുകളെ അടിസ്ഥാനമാക്കിയാണ്. ഉറക്കം പോലും സന്യാസിയാകുന്നത് അപ്പോഴാണ്. അഭ്യാസി. തുടങ്ങിയത് ആയോധനങ്ങളിൽ നിന്നായിരുന്നില്ല. അറിവുകളെ ആരാധിച്ച് ആജ്ഞാനുവർത്തികളാക്കാതിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജീവിതം ദുരന്തമായി തുടങ്ങിയത്. കൂർക്ക. താടിയും മുടിയും ഏറെയാണ്. നീണ്ടുമെലിഞ്ഞ വിരലുകൾ കൊണ്ട് ഉഷ്ണത്തെ വലിച്ചെടുത്തത് അപ്പോഴാണ്. പിടിവള്ളി. മുങ്ങിത്താഴുമ്പോഴും പിടിതരാതെ എന്തിനാണ് മുങ്ങാൻ കഴിയട്ട് ധൃതിയിൽ മരണക്കയത്തിലേക്ക് എന്നെയും നീ കൊണ്ടുപോയത്? പകൽക്കൊള്ള. തെളിഞ്ഞ ചിരിയോടെ വരവേറ്റപ്പോഴാണ് ഇരുട്ടിനെ ചിതയൊരുക്കി ജ്വാലയിൽ ഉരുക്കിയെടുത്തത്. മാനസാന്തരം. തെറ്റുകളേറെ ചെയ്തത് പീഡന പരമ്പരകളിൽ മുങ്ങിത്താണപ്പോഴാണ് പാതി ഉടലും ഉരുകിയലിഞ്ഞ് വിമർശനങ്ങളിൽ വിശുദ്ധനായത്. പരിശുദ്ധം. വെണ്മ കൊണ്ട് എഴുതപ്പെട്ടത് നിശാശലഭങ്ങൾ ചിറകരിഞ്ഞ് വീണത് മൗനത്തിൻ്റെ കാർക്കശ്യങ്ങളിലാണ്. വിശുദ്ധം. ശക്തമായ ലിപികളിൽ എഴുതപ്പെട്ടപ്പോഴാണ് ദേശീയതകൾ ദേശങ്ങൾ കടന്ന് പ്രശസ്തമായത്. മണിനാദം. ആയുസ്സറ്റു വീണപ്പോഴാണ് നാദം നിലച്ച് ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞത്. ശംഖുനാദം. ഉടൽ പകുത്ത് ശബ്ദത്തെ ഭേദിച്ചപ്പോഴാണ് നാവ് തുളച്ച് മൗനങ്ങൾ പുറത്തു ചാടിയത്. സ്പർശം. വിരൽ കൊണ്ടായിരുന്നില്ല ദേഹത്ത് തൊട്ടത്, സ്നേഹം കൊണ്ടായിരുന്നു ജീവിതം ഉടലെടുത്തത്. കടൽ നോവ്. വീർത്തു കുളിച്ചിട്ടും ദേഹത്തൊട്ട് നനവില്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് തോർത്തിയ ജീവിതങ്ങളെ പ്രതികാരങ്ങളെന്ന് വിളിച്ചത്? നേഴ്സ്. വെള്ളത്തുവൽ മനസ്സിലൊട്ടിച്ച് ശാന്തതയുടെ ശബ്ദമുയർത്തി രോഗത്തെ ഭയക്കാതെ രോഗിയെ ശുശ്രൂഷിക്കുമ്പോഴും അറിഞ്ഞിരുന്നില്ല മരണം കവരാനെത്തുമെന്ന്.